ഹായ്, ഞാൻ ജോഷി, നാപ്പ മാർബിൾസ് കൊട്ടാരക്കര. ഇതിനു മുമ്പ് ചില വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിലെ ചില ചൂഷണങ്ങൾ കസ്റ്റമേഴ്സിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണണം, കേട്ട് മനസ്സിലാക്കണം എന്താണ് ഈ മാർക്കറ്റിൽ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. നമ്മളിപ്പോൾ പത്രങ്ങളിലും ടി വിയിലുമൊക്കെ നിരന്തരം പരസ്യങ്ങൾ കാണുന്നുണ്ട്. ഏറ്റവും വിലക്കുറവ് 20 രൂപയ്ക്ക് 22 രൂപയ്ക്ക് ടൈല്, 30 രൂപയ്ക്ക് 4x2 ടൈല്, ഇങ്ങനെയുള്ള പരസ്യങ്ങൾ. ഈ പരസ്യങ്ങൾ വരുമ്പോൾ കുറേയധികം കസ്റ്റമേഴ്സ്, കുറേയധികം ബിൽഡേഴ്സ് ഒക്കെ ഈ പരസ്യത്തിൽ വീണിട്ട് അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പരസ്യം ചെയ്യുന്നതിനൊന്നും ചെറുതാക്കി കാണുകയല്ല. ഇതിനു മുമ്പ് ഞങ്ങൾ ചില മാധ്യമങ്ങളിൽ കൂടി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും വിലക്കുറവ് ഞങ്ങൾക്കല്ല. 22 രൂപയുടെ 2x2 എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നു അത് തേർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് 22 രൂപയ്ക്ക് വിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പരമമായിട്ടുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ വിറ്റ ഒരു ഷോപ്പിൻ്റെ അവിടെ പോയി പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമർ, ഒരു ബിൽഡർ, ആ ബിൽഡർ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ഷോപ്പിൽ വരികയും നാപ്പയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഈ പത്രത്തിലെ പരസ്യം കണ്ട് ഞങ്ങൾ പോയി വാങ്ങിയതാണ് ഈ പ്രൊഡക്റ്റ് 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. കംപ്ലീറ്റ് പ്രൊഡക്റ്റ് വന്നപ്പോൾ അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു, ഏതൊക്കെ പ്രൊഡക്റ്റാണ് നിങ്ങൾ വാങ്ങിയത്? പുള്ളി അതിൻ്റെ ബില്ലെടുത്ത് എനിക്ക് തന്നു. ബില്ലെടുത്ത് തന്നപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത്. നിങ്ങൾക്ക് കാണിക്കാം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബില്ലിൽ, ഈ കമ്പനിയുടെ ഈ ബില്ല് ഞാനിപ്പോൾ പറയുമ്പോൾ ഞാനൊരു പ്രത്യേകിച്ച് ഒരു ഷോപ്പിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ അവരെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് ഒരു കമ്പനിയുടെ പേരില്ല, വെറും സൈസ് മാത്രമേ ഉള്ളൂ. കമ്പനിയുടെ പേരില്ലാതെ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി എന്ന് മനസ്സിലാക്കും. അതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ആണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വലിയൊരു തുക, ഏകദേശം 1,89,000 രൂപയാണ് ഇവർ ആദ്യം ബില്ലടിച്ചത്. അതിനകത്ത് തന്നെ 50,000 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുത്തു. 1,89,000 രൂപയുടെ പ്രൊഡക്റ്റിൽ 50,000 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഏകദേശം 1,39,000 രൂപയ്ക്കാണ് ആ ബില്ല് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. ആ പ്രൊഡക്റ്റാണ് അവരുടെ വീട്ടിൽ എത്തിയതിന് ശേഷം ക്വാളിറ്റി മോശമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, അതിലെ ചില സ്റ്റിക്കറുകളൊക്കെ മാറ്റാൻ മറന്നുപോയി, അതാണ് സത്യം. സ്റ്റാൻഡേർഡ് ആയിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ വിലയുമായിട്ട് ഒരിക്കലും പറ്റുന്നില്ല. ഞങ്ങൾ കൊടുത്തത് അതിനേക്കാൾ സ്ക്വയർ ഫീറ്റിന് 30 രൂപ അധികമാണ്. അതും പറയാം. പുള്ളി 6x4 എടുത്ത ആ കസ്റ്റമർക്ക് കിട്ടിയ റേറ്റിനേക്കാൾ 30 രൂപ കൂട്ടിയാണ് എൻ്റെ ഷോപ്പിൽ വന്ന് പ്രൊഡക്റ്റ് എടുത്തത്. ഞാൻ ഉറപ്പിച്ചു പറയാം, എനിക്ക് സെക്കൻഡ് ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവൊന്നും ആ 30 രൂപ ഡിഫറൻസിലോ 25 രൂപ ഡിഫറൻസിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വന്നപ്പോഴത്തേക്കാണ് ഈ ബില്ല് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം, ഇതിനകത്ത് കമ്പനി 600, 1200 അല്ലെങ്കിൽ 1200, 600 ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ടൈൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് തിരിച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഇതറിയാൻ പറ്റും? അപ്പം ഞാൻ ഉറപ്പിച്ചു പറയും, ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബില്ലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് പ്രൊഡക്റ്റ്, ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെന്ന്. കൃത്യമായി പറ്റിക്കുകയാണ്. തേർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് കമ്പനിയുടെ പേരെഴുതാത്തത്. പച്ചയായി പറ്റിക്കുന്നു. പത്രപരസ്യം കൊടുത്താൽ എല്ലാവർക്കും പറ്റിക്കും. കാരണം എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയുടെ ബില്ലിനകത്ത് 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ അവർക്ക് ലാഭമാണ്. ഈ 1,39,000 രൂപയുടെ ബില്ലിനകത്ത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ആണെന്ന്. കാരണം എന്ന് വെച്ചാൽ തേർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ 5-1 ഉള്ളൂ. പക്ഷെ വിൽക്കുന്ന റേറ്റ് നോക്കിയേ. അപ്പം ഇതെടുത്തുകൊണ്ട് പോകുന്ന കസ്റ്റമർ അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ ബില്ലിൽ തന്നെ ആദ്യം നിങ്ങൾ എടുക്കുന്ന ഏത് ഷോപ്പിൽ നിന്ന് ആയിക്കോട്ടെ, ഞങ്ങളുടെ ബില്ലിനകത്ത് ഞങ്ങളുടെ ബില്ലിൻ്റെ ഫോർമാറ്റ് കാണിച്ചു തരാം. അതിൽ ഉദാഹരണം പറഞ്ഞാൽ കമ്പനിയുടെ പേര്, അതിന് തൊട്ട് താഴെ തന്നെ എൻ്റെ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പോയിന്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പോയിന്റിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ മെഷർമെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് അത് വരും. അതിനുശേഷം എത്ര പീസ് ഉണ്ടാവും എന്ന് വരും. ആ പീസ് ബോക്സിലോട്ട് മാറുമ്പോൾ എത്ര ബോക്സും എത്ര ലൂസ് പീസും ഉണ്ടാവും എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ഒരു പീസിൻ്റെ റേറ്റ് എത്ര, അതിനോടൊപ്പം തന്നെ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ്. ഇതെല്ലാം വളരെ കൃത്യമായി ഏത് കസ്റ്റമറിനും മനസ്സിലാകുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഫോർമാറ്റ് ഉള്ളത്. ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല, പ്രീമിയം ക്വാളിറ്റി ആണ് എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് ഞങ്ങൾ ഈ ഫോർമാറ്റിൽ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഫോർമാറ്റിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും മറ്റേ രീതിയിൽ ഉള്ള തട്ടിപ്പുമായിട്ട് ഇറങ്ങിയെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വളരെ വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഷോപ്പുകളിൽ നീ തരുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബില്ലൊന്ന് പഠിക്കുക. ഒന്നുകിൽ അളവിൽ പറ്റിക്കും,
അല്ലെങ്കിൽ വിലയിൽ പറ്റിക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി പറ്റിക്കും. ഇത് 100% ഉറപ്പാണ്. അപ്പം ആ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ ബില്ല് നിങ്ങളൊന്ന് എടുത്ത് വെച്ച് നോക്കി, ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പരസ്യം കണ്ട് പർച്ചേസ് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട് സത്യത്തിൽ. നിങ്ങൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബില്ലിൽ നോക്കുമ്പോൾ അറിയാം പറ്റിക്കപ്പെട്ടോ എന്ന്. തിരിച്ചൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയേ. അല്ലെങ്കിൽ ആ ബില്ലിൻ്റെ ഫോർമാറ്റ് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. അല്ല. അപ്പോൾ ഈ ഫോർമാറ്റ് എല്ലാം കീപ്പ് ചെയ്യുന്നിടത്തുനിന്ന്, അതെൻ്റെ ഷോപ്പിൽ നിന്നല്ല, നാപ്പയിൽ വന്ന് വാങ്ങണമെന്നല്ല പറയുന്നത്, ഏത് ഷോപ്പിൽ പോയി വാങ്ങിയാലും ക്വാളിറ്റി ഉറപ്പ് വരുത്തണം, അതിൻ്റെ അളവ് ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മൾ പറ്റിക്കാൻ നിന്നു കൊടുക്കുന്നത് കൊണ്ടാണ് പറ്റിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറ്റിക്കപ്പെടത്തില്ല. തീർച്ചയായിട്ടും വരുന്ന പ്രൊഡക്റ്റുകൾ ഏതാണ് എന്ന്, ക്വാളിറ്റി എന്താണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്കൂടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ടുപോയി കൊടുത്തിട്ട് മോശപ്പെട്ട ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്നു എന്നത് മാത്രമല്ല, നമുക്ക് ഈ പ്രൊഡക്റ്റ് ഏതാണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. നമ്മൾ സാക്ഷര കേരളത്തിലുള്ളവരാണെന്ന് പറയുന്നു. ആ ബില്ലുകൾ എടുത്ത് വാങ്ങിച്ചവർ ഇനി വാങ്ങാൻ പോകുന്നവരും പരിശോധിച്ച് നോക്ക് അതിനകത്ത് കൃത്യമായിട്ടുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ കൃത്യമായി വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് തരാത്തൊരു സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റും? അപ്പോൾ നിങ്ങളിനി പോകുമ്പോൾ ഇതുകൂടി ശ്രദ്ധിക്കും. പ്രൊഡക്റ്റ് നോക്കുന്നത് മാത്രമല്ല, ഈ ബില്ലടക്കം ഒന്ന് ചെക്ക് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവർ വില കുറച്ച് തരുന്നത് എന്നുള്ളത്. പിന്നീടൊരു കാര്യം കൂടുണ്ട്, വീട്ടിൽ വരുന്ന സാധനം അതേ ക്വാണ്ടിറ്റിയിലുണ്ടോ എന്ന് എങ്ങനെ അറിയും നിങ്ങൾ? കുറേ ബോക്സ് വെച്ചിട്ട് എങ്ങനെ അറിയാനാ? 2000 സ്ക്വയർ ഫീറ്റ് വന്നു, കുറച്ച് ബോക്സ് കൊണ്ട് ഇറക്കിയിട്ട് തിരിച്ചു പോയി. ഞങ്ങളുടെ ബില്ലിൽ കൃത്യമായിട്ടുണ്ട് ഇത്ര ബോക്സ്, ഇത്ര പീസ് ഉണ്ടാവണം. അത് വന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ, കസ്റ്റമറെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങളുടെ സപ്ലൈ പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നിടത്ത് നിന്ന് 2 ലക്ഷം രൂപ ബില്ലിന് വരെ 25,000 കുറവ് അവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി എടുക്കുമ്പോൾ, ആ ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ ഒരു 10-25 ബോക്സ് കുറച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് അയച്ചാൽ തന്നെ അവർക്ക് ലാഭം 50,000. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് വാങ്ങുമ്പോൾ പറ്റിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.